എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തീർച്ചയായും നിങ്ങളോടുള്ള സ്നേഹം ഇവർ മറക്കുന്നത് എന്തിന്? ആ വ്യക്തിയുടെ മനസ്സിരിപ്പ് തന്നെയാണോ അവർ പുറമേ കാണിക്കുന്നത് എന്നീ വിഷയങ്ങളെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഏതായാലും നിങ്ങളോടുള്ള സ്നേഹം ഇവർ മറച്ചു വെക്കുന്നത് എന്തിന്? ഈ വ്യക്തിയുടെ മനസ്സിരിപ്പ് ഇത് തന്നെയാണോ എന്ന് നോക്കാം. ആദ്യത്തെ ഫയൽ തിരഞ്ഞെടുത്ത എന്ന ഫയൽ തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങാണ് നാം ആദ്യം പറയുന്നത്. എന്തുകൊണ്ടാണ് അവർ യഥാർത്ഥ വികാരങ്ങൾ മറച്ചു വെക്കുന്നത്? അവരിൽ അപരിചിതത്വവും ആശങ്കയും മനസ്സിലെ ആശയക്കുഴപ്പവും ഇപ്പോഴും ഉണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ്. എന്ന വാക്കിൻ്റെ ഉള്ളിൽ തന്നെ ധാരാളം സംശയങ്ങളുണ്ട്. അവനായാലും അവളായാലും താൻ അനുഭവിക്കുന്നത് എന്താണെന്നത് വ്യക്തമായി അറിയാതെ ഇരിക്കുന്നൊരവസ്ഥ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിലുണ്ട്. അത് അവരെ ഭയത്തിലേക്കും അനിശ്ചിതത്വത്തിലേക്കും തള്ളിവിടുകയാണ്. എന്തുകൊണ്ടാണ് സ്നേഹം പ്രകടിപ്പിക്കാത്തതെന്ന് വെച്ചാൽ അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടാകുന്ന വികാരങ്ങളുടെ ഒരു സമ്മേളനം, കുഴഞ്ഞു മറിഞ്ഞ ജീവിതഗതിയിലൂടെ അവർ കടന്നു പോവുകയാണ്. അവരുടെ ജീവിതത്തിൽ അവർക്ക് നാം കാണുന്നത് പോലെയല്ല ആ വ്യക്തിയുടെ ജീവിതത്തെ കാണുന്നത്. സംശയങ്ങളും തലങ്ങും വിലങ്ങുമായി കുറേ സംഭവ വികാസങ്ങളും ആ വ്യക്തിയുടെ ജീവിതത്തിൽ മാറിയും മറിഞ്ഞുണ്ടാകുകയാണ്. അത് നാം വിചാരിക്കുന്നതിലേക്കപ്പുറത്തേക്ക് ആ വ്യക്തിയിൽ ആശയക്കുഴപ്പമുണ്ടാകുകയാണ്. അതായത് നാം ഫിസിക്കലി കാണുന്ന വ്യക്തിയല്ല, മനസ്സിൽ നമുക്കില്ലാത്ത പല നിഗൂഢതകളും സംശയങ്ങളും അനിശ്ചിതത്വവും ആശയക്കുഴപ്പവും ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ആ പെരുമാറ്റത്തിന് കാരണം. അടുത്തതായിട്ട് അനുഭവങ്ങൾ പിടിച്ചു നിർത്താനും ആ വ്യക്തിക്ക് കഴിയുന്നില്ല. അവശതകളും ഭയങ്ങളും ആ വ്യക്തിയുടെ മനസ്സിലൂടെ വേട്ടയാടപ്പെടുന്നു. മുൻ പരിചയങ്ങളിൽ നിന്ന് ഒരുപാട് പാഠം പഠിച്ച ആളാണ്. പക്ഷേ അത് നെഗറ്റീവായിട്ടുള്ള സംഭവിച്ച കാര്യങ്ങൾ ഇനിയും സംഭവിക്കുമെന്നുള്ള രീതിയിൽ മനസ്സിനെ ആ വ്യക്തി അങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നു. മുൻകാല പരാജയങ്ങൾ, മുൻകാലത്ത് നഷ്ടപ്പെട്ട വിശ്വാസം അല്ലെങ്കിൽ ഒരു ഭയം മനസ്സിനെ പിടിച്ചു വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് യഥാർത്ഥ സ്നേഹം കണ്ടിട്ടും ഇതിലും സംശയം ആ വ്യക്തിക്ക് ജനിക്കുന്നത്. ഇത് കൃത്യമായ കാര്യമാണ്. നിങ്ങൾ ആ വ്യക്തിയുടെ മനസ്സും നിങ്ങളുടെ ആ വ്യക്തിയുടെ ജീവിതവുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമാണ്. മുൻകാല അനുഭവങ്ങളിൽ നിന്നുണ്ടായ തിക്താനുഭവങ്ങൾ ആ വ്യക്തിയെ വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കുന്നു. ആ വ്യക്തിയുടെ മനസ്സിനെ അത് കൃത്യമായി ബാധിക്കുന്നുണ്ട്. ഏതായാലും ആ വ്യക്തിയുടെ മനസ്സ് സ്നേഹത്തിൻ്റെ പുതിയൊരു ചുവടുവെപ്പ് കാണുമ്പോൾ ഭയപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഏറ്റവും നല്ല സ്നേഹം നൽകിയിട്ടും നിങ്ങളോട് തെറ്റിദ്ധാരണ കാണിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളോട് മനസ്സ് തുറക്കാതിരിക്കുന്നതിൻ്റെ കാരണം അതാണ്. നിങ്ങളിപ്പോൾ ചിന്തിക്കും എന്തായിരിക്കും ആ വ്യക്തിയുടെ മനസ്സിനുള്ളിൽ എന്നുള്ളത്. പക്ഷേ സംഭവം ഇതാണ്. അടുത്തതായിട്ട് നമുക്ക് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് അവർ ആഗ്രഹിക്കുന്നത് എന്ന് പോലും അവർക്ക് വ്യക്തമായിട്ടൊരു ധാരണയില്ല. മനസ്സിൽ ഭിന്നത അനുഭവപ്പെടുന്നുണ്ട്. ഒരു ഭാഗം സ്നേഹം സ്വീകരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ മറ്റേ ഭാഗം ആ സ്നേഹം ഒഴിവാക്കാൻ അവരിൽ സമ്മർദ്ദം ഉണ്ടാക്കുന്നു. അതുതന്നെയാണ് അവരുടെ അവസ്ഥ. ഒരു ഭാഗം സ്നേഹത്തിന് വേണ്ടി നിൽക്കുമ്പോൾ മറുഭാഗം സ്നേഹം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ വലിയ തരത്തിലുള്ള ഒരു മനോവേദന ആ വ്യക്തി അനുഭവിക്കുന്നു. സ്നേഹം സുരക്ഷിതമാണോ അല്ലയോ എന്നുള്ള ചോദ്യത്തിന് പോലും കൃത്യമായ ഉത്തരം നൽകാൻ കഴിയുന്നില്ല. നമുക്ക് അടുത്ത ഫയലിലേക്ക് പോകാം. എന്ന അക്ഷരം മനസ്സിൽ സ്വീകരിച്ചവരുടെ ആ വ്യക്തിയുടെ യഥാർത്ഥ മനസ്സിലിപ്പോൾ എന്താണ്? പുറമെ കാണിക്കുന്നതാണോ ശരിയെന്നൊക്കെ നമുക്ക് നോക്കാം. തികഞ്ഞ വികാര നിയന്ത്രണവും തന്ത്രപൂർവമായ പ്രവർത്തിക്കലുമാണ് ഈ വ്യക്തി കാണിക്കുന്നത്. നേരത്തെ പറഞ്ഞ ഫയലിനെ പോലെയല്ല. എന്ന വ്യക്തി വളരെയധികം ഇമോഷണലായി നിയന്ത്രിക്കുന്നുണ്ട്. മനസ്സിലുള്ള വികാരങ്ങളെ കൃത്യമായി നിയന്ത്രിച്ച് നിർത്താനായിട്ട് ഈ വ്യക്തിക്ക് കഴിയുന്നുണ്ട്. അത് നിയന്ത്രിച്ച് നിർത്തി ഗൗരവമുള്ള ഒരു മനസ്സാണെങ്കിൽ അത് നിയന്ത്രണത്തോടെ കൈകാര്യം ചെയ്യുന്നുണ്ട്. നിങ്ങളോട് ദേഷ്യമുണ്ടെങ്കിൽ, നിങ്ങളോട് പലതരത്തിലുള്ള വിയോജിപ്പുണ്ടെങ്കിലും അതൊന്നും നിങ്ങളെ അറിയിക്കാതെ മുന്നോട്ട് പോകുന്നുണ്ട്. പുറമെ ശാന്തമായി നടക്കുമ്പോൾ അകത്തളത്തിൽ ചിന്തകളുടെ ഒരു വലിയ ആഴത്തിലുള്ള ചിന്ത വ്യക്തിയുടെ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. പുറമേ സമാധാനം പറയുന്നുണ്ട്, പുറമേ യാതൊരു കുഴപ്പമില്ല, ഒരു ടെൻഷനും ഇല്ലാതെ പോകുന്നു ഞാനെന്ന് ആക്കി തീർക്കാൻ ശ്രമിക്കുമ്പോഴും ആ വ്യക്തിയുടെ മനസ്സിനുള്ളിൽ ഒരുപാട് വേദനകൾ ഉണ്ടാകുന്നുണ്ട്. വിശ്വാസ ദ്രോഹം അല്ലെങ്കിൽ അഹന്ത
തർക്കിക്കാനുള്ള മനസ്സ്, ഇതൊക്കെ ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. പക്ഷേ ഇത് വ്യക്തി പുറത്തെടുക്കുന്നില്ല എന്നുള്ളതാണ്. പല കാര്യങ്ങളോടും ഉണ്ടാകുമ്പോൾ നിങ്ങൾ പറയുന്ന കാര്യത്തോടും വളരെ ദേഷ്യം ആ വ്യക്തിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ തന്ത്രപൂർവ്വം അഭിനയിക്കുകയാണ്, എനിക്ക് ദേഷ്യമില്ല, ഞാനിതെല്ലാം അംഗീകരിച്ചു എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തിയുടെ ഈ സ്വഭാവത്തിൻ്റെ കാരണം. അവർ നേരത്തെ ഒരു ആത്മനഷ്ടം നേരിട്ടിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. മുൻപ് അവർക്കുണ്ടായ ഒരു തിക്താനുഭവങ്ങളിൽ നിന്നാണ് അവർക്ക് ഇത്തരം ഒരു കാര്യങ്ങളിലേക്ക് ചിന്തകളൊക്കെ വരുന്നത്. മുൻകാലത്തിൽ സംഭവിച്ച മോശാനുഭവങ്ങൾ അവരെ ജീവിതത്തിൽ പുതിയ രീതിയിലുള്ള ഒരു വിശ്വാസമില്ലായ്മയിലേക്കോ ചിന്തയിലെ ഒരു മാറ്റത്തിലേക്കോ അവരെ ക്ഷണിക്കുകയാണ്. പക്ഷെ അതിൻ്റെ വിശ്വാസക്കുറവ് ഇല്ല എന്ന് നമുക്ക് വ്യക്തമാണ്. പക്ഷെ അവരുടെ മനസ്സ് വളരെയധികം പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. മനസ്സിലൊരു വലിയ തീരുമാനമാണ് ഇപ്പോൾ ഉള്ളത്. ഒരു തീരുമാനം അവർ എടുത്തിട്ടുണ്ട്. ആ തീരുമാനം അവരുടെ മുൻകാല അനുഭവങ്ങളിൽ നിന്ന് എടുത്താണ്. അതിൽ നിന്ന് പിന്മാറാൻ അവർക്ക് കഴിയുന്നില്ല. അവർക്കിപ്പോൾ അവരുടെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമോ അതോ പിന്മാറണമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും എവിടേക്കായാലും ഒരു ആത്മബന്ധം അതിൻ്റെ അകത്തുണ്ട്. ആത്മബന്ധവും ആത്മാർത്ഥതയും അവർക്കുണ്ട്. പക്ഷേ ചിലപ്പോൾ പുറത്തുനിന്നുള്ള ആൾക്കാർ അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അവരിൽ സ്വാധീനമുള്ള ചില ആളുകൾ അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ്. തികഞ്ഞ സ്നേഹം മനസ്സിലുണ്ട്, പക്ഷെ അത് പുറത്ത് കാണിക്കാൻ അവരെ ചില ഘടകങ്ങൾ അനുവദിക്കുന്നില്ല. ചിലപ്പോൾ ചില ആളുകളുടെ സാന്നിധ്യമായിരിക്കാം. നിങ്ങളോട് അഗാധമായ സ്നേഹമുള്ളപ്പോൾ അത് പുറത്ത് കാണിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അവർക്ക് ഈ ബന്ധത്തിൽ സുരക്ഷിതത്വം വേണം. അതാണ് പ്രധാന കാരണം. അത് കിട്ടുമോ ഇല്ലേ എന്നുള്ള സംശയം അവർക്കുണ്ട്. അവരുടെ പ്രതികരണം മനസ്സിലാക്കാൻ കഠിനമാണെങ്കിലും മനസ്സിലാകാത്തതാണെങ്കിലും അവർ ബന്ധത്തിൽ നിന്ന് പിന്മാറുന്നവരല്ല. അവരൊരിക്കലും ആ ബന്ധത്തിൽ നിന്ന് പിന്മാറില്ല. ആശയക്കുഴപ്പം അവർക്കില്ല. ഇമോഷണലായിട്ട് അവർ ചിന്തിക്കുകയാണ്. മുൻകാലങ്ങളിലെ വേദന ആണ് അവരെ വേദനിപ്പിക്കുന്നത്. അതാണ് അവരെ ഏറ്റവും വലിയ വിഷയവും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യപ്പെടുകയാണ്.